എന്തായാലും ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു വിലക്കയറ്റത്തിന്റെ കാര്യം കൊണ്ട് പറഞ്ഞ് നമുക്ക് സ്പോർട്സിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട്. നമുക്കും കൈവിട്ടു അത് തന്നെ കൈവിട്ട് പോകുന്നുണ്ട്. മുരിങ്ങക്കായ വില കിട്ടി ഞെട്ടരുത് നിങ്ങള്. കിലോക്ക് 500 രൂപ. അയ്യോ എടാ കിലോക്ക് 500 രൂപ. അയ്യോ എരിവ് കൂടി കാന്താരി. ഒയ്യോ മുരിങ്ങക്കായുടെയും കാന്താരിയുടെയും വില കേട്ട് ആരും ഞെട്ടണ്ട. പച്ചക്കറി മാർക്കറ്റിൽ ഇവയുടെ വില ഒപ്പത്തിനൊപ്പമാണ്. കിലോയ്ക്ക് 500 രൂപ. 200-നും 300-നും ഇടയിൽ വിലയുണ്ടായിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള മുരിങ്ങക്കായുടെ വരവ് കുറഞ്ഞതോടെയാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള വില കൂടിയ ഇനം വിപണിയിൽ സ്ഥാനം പിടിച്ചത്. ഓ അപ്പൊ നമ്മളിപ്പോ തിന്നുന്നതൊക്കെ ഭയങ്കര വില കൂടിയ ഫുഡ് ഇവിടെ ഫ്രീ ആയതുകൊണ്ട് വീട്ടുകാർ പറയുന്നത് നിങ്ങൾ വീട്ടിൽ കൃഷി ചെയ്യണമെന്ന്. എന്റെ വീട്ടിൽ മുരിങ്ങയുണ്ട്, ഏതൊക്കെയാ പറഞ്ഞേ? മുരിങ്ങയുണ്ട്, കാന്താരികളുണ്ട്. പിന്നെ അതുകൊണ്ട് കണ്ടോ മാതൃകാ പുരുഷൻ, മാതൃകാ കുടുംബം. ഈ വില കൂടിയ രണ്ടും വീട്ടിൽ കൃഷി ചെയ്തു. ഇത് വിൽക്കും ഞാൻ 500 രൂപ മറച്ചു വിൽക്കുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് വിറ്റിടാ. അതെ, അത് ജൈവവളം വിട്ടുണ്ടാക്കിയ കൃഷി. ഞാൻ 1000 രൂപയ്ക്ക്. അതെ 500 രൂപ ആൾക്കാർ പിടിക്കും. നീ 450 രൂപ. ഈ വിഷം ചേർത്ത സാധനത്തിനാണ് അവര് 500 കൊടുക്കുന്നത്. അപ്പൊ വിഷം ചേർക്കാത്ത നല്ല മുരിങ്ങയ്ക്ക് വേണ്ടി വിഷം ചേർക്കാത്ത കാന്താരി ജോസിനെ സമീപിക്കുക. അഡ്രസ് താഴെ കൊടുക്കാൻ തീരുമാനം കേട്ടല്ലേ? ഓക്കെ. അപ്പൊ 1/2 മീറ്ററോളം നീളം വരുന്ന 1/2 മീറ്ററോളം നീളം വരുന്ന 1/2 മീറ്ററോളം നീളം വരുന്ന ബറോഡ മുരിങ്ങയ്ക്കൊക്കെയാണ് തമിഴ്നാട് ഇനത്തെ അപേക്ഷിച്ച് പച്ചനിറം കൂടുതലായ ഈ ഇനമാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. നീളം കൂടിയ മുരിങ്ങയ്ക്കാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നീളം കൂടിയ മുരിങ്ങയ്ക്കാന്നല്ല, നല്ലതാണ്. നിന്റെ അവിടുത്തെ സാധാരണ കേരള എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. അങ്ങോട്ട് നോക്കാറുണ്ടോ നീ? വെച്ചുണ്ടാക്കി തരുമ്പോ നോക്കും. കഷ്ണം ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിടുമ്പോൾ നോക്കാം. വലിപ്പറിയാൻ പറ്റും. ഇടയ്ക്ക് ഞാൻ അടുക്കള കയറി മുറിക്കും. നല്ലൊരു ഇതുപോലെ കിട്ടുന്ന പെങ്കൊച്ചന്റെ വയ്യ. അതെ ഇവന്റെ വീട്ടിലേക്ക് പോകുന്ന കാലെടുത്ത് വെക്കുന്ന പെൺകുട്ടിയുടെ സൗഭാഗ്യം എന്ന് പറയാനുള്ളത് എന്ത് പറയാൻ. ഒരു കാര്യം ഒരു മാതൃകാ സന്ദേശം ഞാൻ പകരാൻ ആഗ്രഹിക്കുന്നു. ഇതിപ്പോ വളരെ വിചാരമായി വന്നതാ. അതായത് ഇതുപോലെ കൃഷികൾ വേണം. നമ്മൾ ഹൗൾഡാറി എന്നുള്ള സിനിമ കണ്ടായിരുന്നു. ആ സിനിമ കണ്ടിട്ട് നമ്മൾ വിട്ടവരാണ് കൂടുതൽ പേര്. പക്ഷെ ആ സിനിമ കണ്ടിട്ട് വിത്തിട്ടവരാണ് മറ്റു ചില പേര്, അല്ലേ? അതാണ് വിത്തിട്ടവരിൽ ഇതുപോലെ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ അതിനുവേണ്ടി തമിഴ്നാടിനെയും അതിനുവേണ്ടി ഉത്തരേന്ത്യയും ഒന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അവനവന്റെ വീട്ടിലേക്കുള്ളത് ഇതുപോലെ കൃഷി ചെയ്യാൻ പറ്റും. അതിപ്പോ ടെറസ് ആയാലും മതി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജോസിന്റെ ഫാമിലി. ഓക്കെ. സോ ഇതുപോലുള്ള ഒരുപാട് ജോസിന്മാരും കുടുംബവും ഉണ്ടാവട്ടെ. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. അതെ, തീർച്ചയായിട്ടും ജോസിൻ എല്ലാവർക്കും പറ്റും. പച്ചക്കറികൾ ഇങ്ങനെ പടർന്ന് പന്തലിക്കട്ടെ ചെയ്യുന്നവരും ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അവനവന്റെ വീട്ടിലെ ഒരു ഉച്ചഭക്ഷണത്തിനെങ്കിലും ഉള്ളത് വിഷമില്ലാത്ത പച്ചക്കറികൾ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ സ്വന്തം വീട്ടിൽ കൃഷി വകുപ്പ് പൂർണ്ണ സപ്പോർട്ടാ. ചെന്ന് നോക്കൂ, ഫ്രീ ആയിട്ട് വരെ നിങ്ങൾക്ക് എല്ലാം തരാൻ കൃഷി വകുപ്പ് റെഡിയായി നിൽക്കുക. അങ്ങനെ ഒരു വകുപ്പുണ്ട്, അറിയോ? അല്ലെ? കൃഷി വകുപ്പ് വകുപ്പാണത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണെങ്കിലും, ഇനി കാലി വളർത്തലാണോ അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയാണോ, വളം വേണോ, എല്ലാം അവിടെയുണ്ട്. ഒന്ന് പോയാ മതി. അതെ, ഈ പേരുദോഷം കേൾക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടാരും ചെല്ലുന്നില്ല. അതുകൊണ്ട് ചെല്ലു. എന്നിട്ട് നിങ്ങൾ കൃഷി തുടങ്ങും. ഒരു 3 സെന്റിലും 4 സെന്റിലൊക്കെ കൃഷി നടത്തുന്നവരുണ്ട്. അല്ല, അത് വേണ്ട, 1/2 സെന്റ് മതി. 500 രൂപ എന്ന് പറഞ്ഞ സാലറി പോലും അത്രയില്ല ആൾക്കാർക്ക്. 500 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം മൊത്തം ബാധിക്കുക. അല്ലേടാ? 1 കിലോ മുരിങ്ങയൊക്കെ വിറ്റ് കോടീശ്വരനാകാം.